അതൊന്നും പറയത്തില്ല, അയ്യെന്ന് പറയത്തില്ല. പക്ഷേ കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. അപ്പൊ ഇനിയിപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇനി ക്യാരക്ടർ അറിയാതെ ചിരിച്ചെതിരാ. അല്ല, ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഇനി സ്റ്റാർ മാജിക്കിലെ ക്യാരക്ടറാണ് അത് ശരിക്കാണെന്ന് ചിലർ ഭയങ്കര സൈലന്റ്, അതെനിക്കറിയാം. സൈലന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. മെച്ചൂരിറ്റി കൊണ്ടുവരാൻ നോക്കുന്നല്ല ആണ്. പക്ഷേ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ കയറുമ്പോൾ ഞാൻ ശരിക്കും കുഞ്ഞായി പോകും. മെച്ചൂരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലേ? ശ്രമിക്കുക. വന്നോ മെച്ചൂരിറ്റി? വന്നോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ ആ മെച്ചൂരിറ്റിയിലും അനു ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ്ലി പറയുകയാണ്. അനു ഇന്ന് രാവിലെ 6 മണിക്കാണ് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ നിന്ന് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ നിന്നല്ല, സ്റ്റാർമാന്റെ ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ 1 മണിയായി. അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാൻ അപ്പൊ തന്നെ 2:30 തിരിച്ചു. ഇവിടെ നിന്ന് 6:30 2:30 ഒരു 3-3:30 ആയപ്പോ തിരിച്ചു. അപ്പൊ ഇവിടെ എത്തിയപ്പോ 5:30-6 മണിയൊക്കെ വരാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും ഇപ്പൊ മാനേജർമാരെ വെച്ചിട്ടാണ് ഓരോരുത്തർ നോക്കുന്നത്. അനു എല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം കൂടെ? അതെനിക്ക് അറിയത്തില്ല, എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എനിക്ക് അനുവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എത്ര നാൾ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇണ വേണം, അത് പിന്നെയുള്ള കാര്യമല്ലേ. ആ ഇണ നാളെ കഴിഞ്ഞ് നമ്മളെ കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യും? അത് ഞാൻ പറയുന്നത് ഓരോ ലൈഫിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പേടി കേട്ടോ. ശരിക്കും പറഞ്ഞ കല്യാണം കഴിക്കാൻ പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ചതൊന്നുമല്ല കല്യാണം കഴിച്ചാൽ. പക്ഷെ അച്ഛനും അമ്മയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പോയി ചോദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രണയിക്കുന്നത്. അപ്പൊ എൻ്റെ അച്ഛൻ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ നന്നായിട്ട് നോക്കണം ലൈഫിലോ, എൻ്റെ ലൈഫിലോ എന്നെ നന്നായിട്ട് നോക്കണം. പിന്നെ എന്നെ കിട്ടു പോകാൻ പാടില്ല. ഈ ഡിവോഴ്സ് അതും ഇതൊന്നും വേണ്ട. പുള്ളി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഭംഗി എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ട ഇങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള ആരും ഇല്ല ശരിക്കും പറഞ്ഞ നമ്മുടെ ലോകത്ത്. എല്ലാവരും നല്ല ഭംഗി, പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കാളും ഭംഗിയാണ് പുരുഷന്മാർക്കാണ്. അപ്പൊ ഞാൻ ഉറപ്പുള്ളതാണ്. കാരണം എന്താ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ചേട്ടൻ ഭംഗിയുണ്ട്, പിന്നെ കാണാൻ സുന്ദരനാ. എന്താ വെച്ചാല് നമ്മളിപ്പം പുരുഷന്മാർ മേക്കപ്പ് ഇടാറില്ല. മേക്കപ്പ് മാത്രമല്ല എന്ന് വെച്ചാൽ പെൺപിള്ളേർ എപ്പോഴും മേക്കപ്പ് ഇടുന്നില്ല. പെൺകുട്ടികൾ അവർക്ക് ഈ താടിയും മീശ ഉണ്ടെങ്കിലും അത് മീശയൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഉറക്കത്തിൽ നിന്ന് വന്നാലും ഭയങ്കര ഭംഗിയാ കാണാൻ, അല്ലേ? പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ത്രെഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഐബ്രോ ഇങ്ങനെ വാരി വെച്ചതുപോലെ, എന്തോ എടുത്തു വെച്ചതുപോലെ, ഒരു കണ്ണെഴുതിയില്ലെങ്കിൽ, ഒരു പൊട്ട് വെച്ചില്ലെങ്കിൽ, ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലൊക്കെ ഒരു ഭംഗിക്കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പെൺകുട്ടി ആൺകുട്ടിയുടെ നോക്കുമ്പോൾ എപ്പോഴും ആൺകുട്ടിയാണ് ഭംഗി. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ദൈവം ഓരോ ഭംഗികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ ഹൈറ്റ് വെയിറ്റ് ഒന്നും പ്രശ്നമില്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാം. സ്മോക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, ഡ്രിങ്ക്സ് വല്ലപ്പോഴൊക്കെ കഴിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ സൗന്ദര്യം വേണ്ടെന്നല്ല, അയ്യെന്നല്ല, അതും കുഴപ്പമില്ല. ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സൗന്ദര്യത്തിന്. മെയിൻ ആയിട്ട് നോക്കുന്ന സ്വഭാവം. എല്ലാവർക്കും അവരുടെ മനസ്സിൽ സൗന്ദര്യം ഉണ്ട്. പിന്നെ അപ്പൊ ആ സൗന്ദര്യത്തിന് വാല്യൂ ഇല്ല, പക്ഷെ കഴിക്കാം, അതിന് ഡിമാൻഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ വയസ്സും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഭയങ്കര വയസ്സ് മൂത്തല്ല, ഒരു 5 വയസ്സിന് മൂത്ത ആള് കൂടണ്ട. 5 വയസ്സ് ഉള്ളില്ല, സെയിം ഏജ് ആയാലും പ്രശ്നമില്ല. 30-35 ആകുമ്പോൾ സെയിം ഏജ് ആയാലും പ്രശ്നമില്ല, സെയിം ഏജ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അനുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പയ്യനെ തന്നെ കിട്ടാൻ. പിന്നെ ബാക്കിയുണ്ട്, നല്ല സ്വഭാവം വേണം, നല്ലൊരു വ്യക്തിയായിരിക്കണം, പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ തന്നെ, ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെയാണ് ഇതൊക്കെ. ഇടയ്ക്കിടെ കാവ്യമാധവന്റെ ഡയലോഗ് വരാറുണ്ടോ? ഇല്ല. എപ്പോ വന്നു മനസ്സിലാക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ ഉള്ള ആ ഡയലോഗ് എന്ന് പറഞ്ഞ കാവ്യമാധവന്റെ. ഞാൻ ആദ്യം അത് എന്റെ സൗണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ശരിക്കും കാവ്യമതിന്റെ സൗണ്ട് കയറി വരാറുണ്ട്. മാളു എന്റെ ചേച്ചി എന്റെ പറയും, ഇത് നീ കാവ്യമതിന്റെ സൗണ്ട് നീ എടുത്തതാണോ? അല്ല, അയ്യോ അങ്ങനെ തോന്നി. അങ്ങനെ വന്നില്ല, അങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ആയില്ല. ഞാൻ അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ. ശരിക്കും അങ്ങനെയൊക്കെ എന്തോരം ആൾക്കാരാ ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. രാവിലെ എണ്ണിക്കുമ്പോ എനിക്കൊരു കോടി അയച്ചു തരുമോ? എന്തിനാ? കേൾക്കാനോ നോക്കട്ടെ. അതല്ല ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യമാധവന്റെ, ഞാനാണ് അന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. അന്ന് തടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒത്തിരി മാറ്റി മറിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത്. അറിയാം ജിമ്മിൽ എങ്ങനെയാണ് റൊട്ടീൻ എങ്ങനെയാണ്? ജിമ്മിൽ പറഞ്ഞാല് ഞാൻ കുറേ ജിമ്മിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ എന്ന് പറഞ്ഞാല് ഈ ആര്യനാടാണ് ഞാൻ ശരിക്കും പ്രോപ്പർ സ്ഥലം. അപ്പൊ ഇപ്പൊ ആര്യനാടെന്ന് മാറി ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ട്, വീട് ഇവിടെ വെച്ചു. അപ്പോ അതെ 1.5 വർഷമായി അവിടെ താമസം. അപ്പോൾ
ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം 2-3 ജിമ്മിൽ മാറി മാറി ഞാൻ വർക്കൗട്ട് ചെയ്തു. അപ്പം ഓരോ ജിമ്മിൽ നോക്കുമ്പോൾ ഞാൻ നോക്കും എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടോ എങ്ങനെയാണ്. അപ്പം വെയിറ്റ് പെട്ടെന്ന് കുറയാൻ ശ്രമിക്കത്തില്ല, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ജിമ്മിന്റെ പ്രോബ്ലം അല്ലല്ലോ, അല്ല. ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ലിഗമെന്റിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. അത് എങ്ങനെയൊന്നും എനിക്ക് തന്നെ അറിയില്ല. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഒന്ന് ഹീൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് എടുത്തതുള്ളൂ. അപ്പം ഞാൻ പഴയ ജില്ലൊക്കെ പോയി ഞാൻ വെയിറ്റ് എടുത്തുകൊണ്ടാണോ ഞാൻ. പക്ഷേ ശരിക്കും ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഫാസ്നോ എന്ന് പറഞ്ഞൊരു ജിമ്മാണ്. അവിടെ എൻ്റെ ചേട്ടൻ്റെ ജിമ്മാണ്. അവിടുത്തെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു, ഇത്രയും ജിമ്മിൽ പോയിട്ട് എനിക്ക് ആ കാലിന്റെ പെയിൻ മാറി പറ്റിയിട്ടില്ല. അവരൊക്കെ ശ്രമിച്ചു. ഇപ്പൊ ഇല്ല, ഇപ്പൊ മൊത്തത്തിൽ മാറി. ഹോസ്പിറ്റലിൽ പോലും പോവാണ്ട് എന്റെ ലിഗമെന്റ് പെയിൻ മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പുള്ളി മാറ്റി തന്നു. എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നു ചേട്ടാ എനിക്ക്. ആ, കാരണം സ്റ്റെയർ കയറുമ്പോ എന്തോ ഒരു ശബ്ദം ടിക് ടിക്. പിന്നെ കാലെനിക്കിങ്ങനെ ബസ്സിലല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കൂലേ നമ്മളിങ്ങനെ, അപ്പം എനിക്ക് കാലിന് നീളം കുറവായതുകൊണ്ട് കാലിങ്ങനെ നിക്കോളൂ, കാല് കുത്തത്തില്ല. എന്റെ കാറിൽ ഇരിക്കുമ്പോ ഞാൻ ഇതാ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നില്ല, ഇങ്ങനെ എത്തത്തില്ല. സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ചെയറിലിരിക്കുമ്പോ കാല് തെങ്ങി, എന്റെ കാല് മാത്രം തൂങ്ങി കിടക്കുന്നത്. കാലിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് പോകുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ എനിക്ക് എന്തോ ഒരു പെയിൻ ഇവിടെ ഇത്രയും ഭാഗം, ഇപ്പൊ ഒന്നുമില്ല. എനിക്ക് ആ പുള്ളി മാറ്റി തന്നു, അടിപൊളി. അനു, എനിക്കിപ്പോ ഒരു ചോദിക്കാനുള്ള, നിങ്ങളുടെ ഫ്ലോറിൽ കുറെ പ്രശ്നങ്ങൾ നടന്നു ഈ ഇടയ്ക്കായിട്ട്. അറിയാത്തതിനോട് സംസാരിക്കും. എന്ത് പ്രശ്നം? അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് അറിയത്തില്ല, നിങ്ങൾക്കല്ലേ അറിയാവുന്നത്. ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടത്. അല്ല, ബിനിച്ചേട്ടൻ്റെ ഒരു പ്രശ്നം ഇഷ്ടംപോലെ എല്ലാവരും അറിഞ്ഞതാണ്. അല്ല, ഇപ്പം അത് കഴിഞ്ഞിട്ട് ബിനിച്ചേട്ടൻ തിരിച്ചു വന്നോ? ഫ്ലോറിലേക്ക് വന്നോ? നാട്ടിലില്ല, ശരിക്കും അമേരിക്കയിലാണ് പ്രോഗ്രാം ഒക്കെ ആയിട്ട്. ശശാങ്കൻ ചേട്ടനൊക്കെ ഉണ്ട്. ആ, ശശാങ്കൻ ചേട്ടൻ, പിന്നെ വേറെ ആരൊക്കെയാ, ഒത്തിരി പേരുണ്ട്. എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു. അല്ല, ആ സമയത്ത് അനു ഉണ്ടായിരുന്നു അവിടെ പ്രശ്നം നടന്ന സമയത്ത്? ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഞാൻ അവിടെ ആ ഭാഗത്തില്ല ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന മോളിൽ പോയിരുന്നു. അതൊക്കെ സോൾവ് ആയോ ഇപ്പം? അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കുന്നില്ല. കാര്യം നമ്മളിപ്പോ ചേട്ടാ എനിക്ക് തോന്നിയ ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ, സ്കൂളിൽ പഠിക്കുന്നില്ലെങ്കിൽ കോളേജിൽ നമ്മൾ പിള്ളേർ തമ്മിൽ അടി ഉണ്ടാക്കൂലേ, ബഹളങ്ങള് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, പിന്നെ അവര് തോളിൽ കൈയൊക്കെ ഇട്ട് നടക്കത്തില്ല. അത്രേ ഉള്ളൂ. ഇത് വലിയ സംഭവം. എന്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പല ആൾക്കാരും. പക്ഷേ അനു പറഞ്ഞ ഒരു കാര്യമുണ്ട്, തങ്കച്ചേട്ടനോട് ഇഷ്ടത്തിലാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അല്ല, അത് പലവട്ടം പറഞ്ഞിട്ടില്ലേ? ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെറുതെയാ. ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞപ്പോഴും പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മുടെ പിന്നെ ഇത് ഇനാഗ്രേഷൻ കഴിഞ്ഞപ്പോ സ്റ്റേജ് വെച്ച് പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോകുന്നത്? ഞാൻ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നുണ്ട്, തങ്കച്ചേട്ടൻ എന്താ കല്യാണം കഴിക്കാത്ത. ഈ പറയുന്ന അമ്മമാരൊക്കെയാ അമ്മമാരും ചോദിക്കുന്നത്, തങ്കച്ചേട്ടൻ എന്താ മോളെ കല്യാണം കഴിക്കാത്ത, നീ അവളെ തേക്കൂ. ഞാൻ ഞെട്ടിപ്പോവും. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് തങ്കച്ചേട്ടൻ്റെ അടുത്ത് ഈ പറയുന്ന അവരും ചോദിക്കുന്നത്, അനുവിനെ തേക്കൂ, അനുവിനെ കല്യാണം കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിട്ട് നമ്മളൊന്നും മൈൻഡ്, കാരണം അവർക്ക് ഒരിക്കലും കുറ്റം പറയുമ്പോൾ അവരങ്ങനെ ശരിക്കും നമ്മൾ ജീവിക്കുകയാണെന്നുള്ളത്. നമ്മൾ സീരിയലൊക്കെ കാണത്തില്ല, സീരിയലില് ഒരു നായകന് നായിക എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ തന്നെ വിചാരിക്കും, അയ്യോ അവരൊന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. പണ്ട് എനിക്കിപ്പോ അറിയാവുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഒന്നിച്ചാൽ മതി എന്നാ. ആരൊക്കെയാ കാണുമ്പോ? തങ്കച്ചേട്ടനും അനുവും കൂടെ. ഞാനല്ലെന്ന് ഓരോ അമ്മമാരൊക്കെ ഇന്ന് തന്നെ പറഞ്ഞിട്ടില്ല, ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ചേച്ചി ഓടിയില്ലേ, അപ്പൊ അതാ പറഞ്ഞ അങ്ങനെ ആഗ്രഹങ്ങളുള്ളതുണ്ട്. പക്ഷെ ഇനി അനുജത്തിയെ പോലെ. ആ, ഞാൻ ചോദിക്കുന്നത്, ഇത് ചിലപ്പം അനുവിനെ ചിലപ്പോൾ കരയിപ്പിച്ചിരിക്കാം. കാര്യം നമ്മൾ 4 വർഷം മുമ്പ് എടുത്ത സമയത്ത് ഒരു ട്രാജഡി ഉണ്ടായി പാടാത്ത പെങ്കിൽ ലൊക്കേഷനിൽ, ശബരിച്ചേട്ടൻ. അതുപോലൊരു ട്രാജഡിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഫ്ലോറിൽ ഉണ്ടായിരിക്കുന്നത്. സുധിച്ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി ആ പരിപാടിക്ക് പോയത്? അതെനിക്ക് ഓർമ്മയില്ല. ഇപ്പം കറക്റ്റ് ഒരു വർഷം, ജൂൺ 5 ആകുമ്പോൾ ഒരു വർഷം. അതല്ല, നിങ്ങളുടെ ചേട്ടൻ പോയിട്ട് പോയി നമ്മൾ വിശ്വസിക്കണമില്ല. അതല്ല, ഷൂട്ടിന് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഈ പ്രോഗ്രാമിന് പോകുന്നത്? അതായത് മരിക്കുന്നതിന് കഴിഞ്ഞൊരു എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാമിന് പോകുന്നത്. അപ്പൊ അന്ന് അനു ആ പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുമായിരുന്നല്ലേ? എങ്ങനെ അറിഞ്ഞത്, എപ്പോഴാണ് അറിഞ്ഞത് ഇത്? ഞാൻ അറിഞ്ഞത്, എൻ്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, രാവിലെ ഉറക്കമായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഇന്ന് രാവിലെ ന്യൂസ് ഇടും ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ ന്യൂസിൽ കാണിച്ചാണ് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ എൻ്റെ ഫോണിൽ ഒരുപാട് മിസ് കോൾ ഉണ്ടായിരുന്നു. ശ്രീവിദ്യ അങ്ങനെ എല്ലാവരും വിളിച്ചിരിക്കുക, ബിനീഷ് ബാസ്റ്റിൻ അവരെല്ലാവരും വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അനുവിന് എന്താ ആ സമയത്ത് പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എന്താണ് ഒരു സമയത്ത് എന്തായിട്ടാണ്
സമയത്ത് നമുക്ക് എന്താണ് തോന്നുന്നത്, നമ്മളെ ഫാമിലിയിലൊരു ഒരാൾ ആളില്ലേ, അപ്പോൾ ആ ഫ്ലോറിലുള്ള ഏറ്റവും നല്ലൊരു ചേട്ടനായിരുന്നു.